ചെലവഴിച്ചതിനേക്കാൾ ഏറെ ചെലവഴിച്ച ഇടത്തേക്കാണ് ഇപ്പോൾ സീതാറാം യെച്ചൂരി വന്നിറങ്ങുന്നതല്ലേ? മകൻ അഖിൽ യെച്ചൂരി, അഖില യെച്ചൂരിയും 1984 കേന്ദ്ര കമ്മിറ്റിയിലെ ക്ഷണിതാവായാണ് അദ്ദേഹം ഈ AKG ഭവനിലേക്ക് വരുന്നത്. അന്ന് AKG ഭവൻ ഈ അശോക റോഡ് 14-ലെ ഓഫീസിലായിരുന്നു. പിന്നീട് 85-ൽ തറക്കല്ലിടുകയും 94-ഓടുകൂടി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്ത AKG ഭവനിലേക്ക് ആണ് 95 മുതലാണ് ഈ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. അവിടെയായിരുന്നു പിന്നീട് സീതാറാം യെച്ചൂരിയുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഭൂരിഭാഗ സമയവും. പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന സമയം ഒഴിച്ചാൽ അദ്ദേഹം ഡൽഹിയിൽ ഉള്ളപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ഉണ്ടായിരുന്നത് ഈ ദില്ലിയിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലായിരുന്നു. അപ്പോൾ ഏതാണ്ട് 4 പതിറ്റാണ്ട് കാലം CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായും നേതാവായും പ്രവർത്തിച്ചു. അതിൽ 3 ടേമായി അദ്ദേഹം ജനറൽ സെക്രട്ടറി പദവിയിലും പ്രവർത്തിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായിരുന്നു ഇത്, അദ്ദേഹത്തിൻ്റെ സ്ഥാനമായിരുന്നു ഇത്. ഈ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം എത്തിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഒരു നോക്ക് കാണാൻ, അന്ത്യാഞ്ജലി അർപ്പിക്കാൻ, അന്തിമാഭിവാദനം നേടാനായി നൂറുകണക്കിന് പ്രവർത്തകർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ മറ്റൊരു CPIM നേതാവിനും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വിടവാങ്ങൽ സീതാറാം യെച്ചൂരിക്ക് ലഭിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം രാഷ്ട്രീയ രംഗത്ത് അത് CPIMൻ്റെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തിനപ്പുറത്തേക്ക് കടന്ന ഒരു വ്യക്തിപരമായ പ്രഭാവം അദ്ദേഹത്തിന് എല്ലായിടത്തും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വൃത്തങ്ങൾ, രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളെ, പ്രസംഗങ്ങളെയൊക്കെ കാണുന്ന ഒരുപാട് ആളുകൾ ഇതര രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും സ്വീകാര്യത ലഭിച്ച ഒരു നേതാവെന്ന നിലയിലാണ് സീതാറാം യെച്ചൂരി ഓർമ്മിക്കപ്പെടുന്നത്. അദ്ദേഹം അങ്ങനെ സ്വന്തം പേര് അടയാളപ്പെടുത്തിയാണ് യെച്ചൂരി കാലയവനികക്കുള്ളിലേക്ക് മറയുന്നത്. അത്തരം ഒരു ദുഃഖകരമായ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് അഭിവാദനം നേർന്നുകൊണ്ട് ആയിരങ്ങൾ മുദ്രാവാക്യം മുഴക്കുന്ന ആ ശബ്ദമുഖരിതമായ ഒരു അന്തരീക്ഷം, വേദന തുടിക്കുന്ന നിമിഷത്തിലും അവരുടെ തൊണ്ടകളിൽ നിന്ന് യെച്ചൂരിക്ക് അഭിവാദ്യം അർപ്പിക്കുന്ന ആ ബഹളമാണ്, അതിൻ്റെ ഒരു ആരവമാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. ശബ്ദങ്ങൾ കേൾക്കാം. ഒരുപാട് ശൈക്ഷണിക സമസ്യകൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ഇന്ത്യൻ സാഹചര്യത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയത്തെ എങ്ങനെയാണ് ഇളക്കിച്ചേർക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാവുകയും ചെയ്തൊരു നേതാവിനെയാണ് CPIMന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ CPIM 2015 മുതൽ 3 തവണ തുടർച്ചയായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സീതാറാം യെച്ചൂരി 2015 മുതൽ 2024 മരണം വരെയും ജനറൽ സെക്രട്ടറിയെ തുടർന്ന് സീതാറാം യെച്ചൂരി 32 വർഷക്കാലം പോളിറ്റ് ബ്യൂറോ അംഗമായി തുടർന്ന സീതാറാം യെച്ചൂരി 34-ാമത്തെ വയസ്സിൽ നന്നേ ചെറുപ്പത്തിൽ തന്നെ കേന്ദ്ര കമ്മിറ്റി ക്ഷണിതാവായി വരുന്ന സീതാറാം യെച്ചൂരിയുടെ ശരീരത്ത് ചുവന്ന കൊടി ഇപ്പോൾ പുതപ്പിക്കുന്നത് പ്രകാശ് കാരാട്ടാണ്. തൻ്റെ സതീർത്ഥ്യൻ പ്രകാശ് കാരാട്ടിന് വേണ്ടി വോട്ട് ചോദിച്ചുകൊണ്ടാണ് സീതാറാം യെച്ചൂരി JNUവിൻ്റെ പടി കടന്നു വരുന്നത്. സീതാറാം യെച്ചൂരി ആർക്കു വേണ്ടി വോട്ട് ചോദിച്ചോ ആ പ്രകാശ് കാരാട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനും MA ബേബിയും MV ഗോവിന്ദനും തപസ്സിനും അടക്കമുള്ളവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, MA ബേബി, MV ഗോവിന്ദൻ, തപസ്സൻ തുടങ്ങി വിജയരാഘവൻ തുടങ്ങി CPIMലെ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് ഇപ്പോൾ പ്രകാശ് കാരാട്ടിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചിരിക്കുന്നത്. ഈ പ്രകാശ് കാരാട്ടുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആത്മബന്ധം, രാഷ്ട്രീയ ബന്ധം. JNUവിൽ പ്രസിഡന്റായി പ്രകാശ് കാരാട്ട് മത്സരിക്കുമ്പോൾ വോട്ട് ചോദിച്ചെത്തിയ സീതാറാം യെച്ചൂരി പിന്നീട് ത്രിപാഠിക്ക് വേണ്ടി വോട്ട് ചോദിച്ചെത്തി പിന്നീട് SFI പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടനാവുകയായിരുന്നു. പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയും അന്ന് പിരിയാനാവാത്ത വിധം ആത്മബന്ധമുള്ള ഇടതു സഹയാത്രികരും സഖാക്കളുമായിരുന്നു. ആ പ്രകാശ് കാരാട്ട് തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്, തൻ്റെ പ്രിയപ്പെട്ട സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ്. AKG ഭവനിൽ നിന്നുള്ള വളരെ വൈകാരികമായ രംഗങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ധൈഷണികമായ വ്യക്തതയോടുകൂടി നയിച്ചൊരു നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ CPM-ൽ വിഭാഗീയത കൊടികുത്തി വാഴുന്ന കാലത്തും ആ വിഭാഗീയതയ്ക്ക് എരുതിയിൽ എണ്ണയൊഴിക്കാതെ ആ വിഭാഗീയത എങ്ങനെ പരിഹരിക്കാമെന്ന് ഇരു നേതാക്കളെയും പിന്തുണയോടുകൂടി തന്നെ പരിഹാരമാർഗങ്ങൾ നിർദ്ദേശിച്ച സീതാറാം യെച്ചൂരി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകട്ടെ എന്ന് 2016 പാർട്ടി തീരുമാനിക്കുമ്പോൾ പിണങ്ങി നിന്ന VS അച്യുതാനന്ദനെ ഫിഡൽ കാസ്ട്രോ എന്ന് വിളിച്ച് അനുനയിപ്പിച്ച നേതാവ്. ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളനത്തിൽ VS പങ്കെടുക്കില്ലെന്ന് കരുതിയെങ്കിലും പങ്കെടുപ്പിക്കാൻ പിന്നിൽ നിന്ന് സ്വാധീനം ചെലുത്തിയ നേതാവ് ബൃന്ദ കാരാട്ട്. പ്രകാശ് കാരാട്ടിന്റെയും ബൃന്ദ കാരാട്ടിന്റെയും സ്വകാര്യ ജീവിതത്തിലടക്കം സീതാറാം യെച്ചൂരിയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. ബൃന്ദ കാരാട്ടിനെയും അടുത്ത ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട്. MA ബേബി, മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. സീതാറാം യെച്ചൂരി അവശേഷിപ്പിച്ചു പോകുന്ന ധൈഷണികമായ നേതൃത്വം ഇവരിൽ ആരേറ്റെടുക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കേരള സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗവും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാഷ്, തപസ്സൻ, മുതിർന്ന നേതാക്കൾ തങ്ങളുടെ പ്രിയപ്പെട്ട സീതയ്ക്ക് അന്ത്യാഭിവാദ്യമർപ്പിക്കുന്ന വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് AKG ഭവനിലുള്ളത്. 34-ാമത്തെ വയസ്സിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി അദ്ദേഹം CPM-ലേക്ക് എത്തുമ്പോൾ EMS ഹർകിഷൻ സിംഗ് സുജിത്തും BT രണദിവയും ബസവപുന്നയും അടക്കമുള്ളവരുടെ നേതൃത്വത്തിൻ്റെ കരുത്തിൽ അദ്ദേഹം CPM പാർട്ടിയുടെ നേതൃപദവികളിലേക്ക് ഉയരുമ്പോൾ ഒരാളെയും പിണക്കാതെ, വിഭാഗീയതയിൽ ആരുടെയും പക്ഷത്ത് വ്യക്തമായി ചേർന്നു നിൽക്കാതെ CPM എന്ന പാർട്ടിയെ ഇന്ത്യയുടെ രാഷ്ട്രീയ സമസ്യകളിലേക്ക് പരിവപ്പെടുത്തുകയായിരുന്നു സീതാറാം യെച്ചൂരി. ആ ശ്രീജിത്ത് നമുക്കൊപ്പമുണ്ട്. ആ ശ്രീജിത്ത്, വളരെ വൈകാരികമായൊരു യാത്രയപ്പാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സഖാവിന് അവർ നൽകുന്നതല്ലേ? തീർച്ചയായും CPM-ൻ്റെ ജനറൽ സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും കേന്ദ്ര കമ്മിറ്റി അംഗമായും കഴിഞ്ഞ 4.5 പതിറ്റാണ്ട് കാലം പ്രവർത്തിച്ച സീതാറാം യെച്ചൂരിക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലമായ ഡൽഹിയിലെ AKG ഭവൻ വൈകാരികമായി യാത്രയപ്പ് നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ AKG ഭവനിലേക്ക് അല്പം മുമ്പ് എത്തിച്ച മൃതദേഹത്തിൽ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ചേർന്ന് രക്തപതാക പുതപ്പിച്ചു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ അവൻ്റെ മരണസമയത്ത് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ചെങ്കൊടി പുതച്ച് മരിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അന്തിമ ചടങ്ങുകൾ അത്തരത്തിൽ നടക്കുക എന്നുള്ളത് ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ആഗ്രഹമാണ്. അത്തരത്തിൽ സീതാറാം യെച്ചൂരിക്ക് പാർട്ടി അതിൻ്റെ ഏറ്റവും പരമോന്നതമായ ആദരം നൽകുന്നു. അദ്ദേഹത്തെ ചെങ്കൊടി പുതപ്പിച്ചു. അതിനുശേഷം പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഓരോരുത്തരായി അവരുടെ പുഷ്പാർച്ചനകൾ നടത്തുകയാണ്. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, MA ബേബി, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, തപൻസൻ, നീലോൽപൽ ബസു, A വിജയരാഘവൻ, BV രാഘവലു, MV ഗോവിന്ദൻ മാസ്റ്റർ തുടങ്ങിയ എല്ലാ പ്രധാന PB അംഗങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് ചുറ്റുമുണ്ട്. ബംഗാളിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലിമും ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ബംഗാളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഈ അന്തിമാഞ്ജലി നൽകുന്ന ചടങ്ങുകളുമായി പങ്കെടുക്കാൻ എത്തുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബംഗാളും കേരളത്തിനോടെന്ന പോലെ തന്നെ ബംഗാളുമായും ഏറെ ഇഴയെടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലഘട്ടങ്ങളിൽ എല്ലാം ബംഗാളുമായി വലിയ ആഴത്തിലുള്ള ബംഗാൾ നേതാക്കളുമായും ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു. ബംഗാളിലെ സംഘടന വെല്ലുവിളി നേരിട്ട ഘട്ടങ്ങളിലൊക്കെ അവർക്കൊപ്പം ഉറച്ചുനിന്ന്, പ്രത്യേകിച്ചും അവിടെ രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ബംഗാൾ ഘടകത്തിൻ്റെ രാഷ്ട്രീയ നിലപാടിന് ഏറ്റവും ശക്തമായ പിന്തുണ നൽകിയിരുന്ന ആളും യെച്ചൂരിയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയമായും സംഘടനാപരമായിട്ടുള്ള വെല്ലുവിളികളെ നേരിടാൻ അവിടെയും തുടരാം ശ്രീജിത്തെ, തുടരാം.